ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 ഹിസ്റ്ററി പബ്ലിക് എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മൾ ഓൾറെഡി ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് കുറച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ചാപ്റ്റർ വൈസ് എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തിട്ട് ഒരു 3 പാർട്ടായിട്ട് ലോങ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കയറി നിങ്ങൾ കണ്ട് എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ, പഠിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് ഓൾസോ ക്രൊണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസ് മാപ്പും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ ഇമ്പോർട്ടൻറ്റ് എസ്സേ ചോദ്യങ്ങൾ സെപ്പറേറ്റ്ലി ചെയ്തിട്ടുണ്ട്, വെയിറ്റേജ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്, ഒറ്റ പ്ലേലിസ്റ്റ് ആക്കി. ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കുക. അതൊക്കെ അത് കണ്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് PYQs വെച്ചിട്ട് തന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ, 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് നോക്കാം. ആദ്യം 2025 ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് മലയാളത്തിലും പറയുന്നുണ്ട്. ഓക്കെ, ആദ്യമേ തന്നെ ഹാർപ്പൻ സ്ക്രിപ്റ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആർക്കിയോളജിസ്റ്റുകൾ എങ്ങനെയാണ് അവർ കണ്ടെടുക്കുന്ന സാധനങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരു റയർ ക്വസ്റ്റ്യൻ ആണ്. ഇതങ്ങനെ അധികം ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. സോ നിങ്ങളിത് നോക്കുക. ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ അവസാന ഭാഗത്ത് വരുന്ന ഒരു സംഭവമാണ് കേട്ടോ അത്. ഇനി അടുത്ത ബാറ്റിൽ ഓഫ് രാക്ഷസി തങ്കടീനെ പറ്റിയിട്ട്, ഇത് നമ്മുടെ തളിക്കോട്ട യുദ്ധം ഉണ്ടല്ലോ, അതാണ് ചോദിക്കുന്നത്. ആൻഡ് നെയിം ദ ടെമ്പിൾസ് ഫൗണ്ട് ഇൻ, അതായത് വിജയനഗരത്തിലെ സാക്രഡ് സെൻറ്ററിലുള്ള ടെമ്പിൾസ്, ക്ഷേത്രങ്ങളുടെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പേര് മാത്രം മതിയാവും. പിന്നെ അബുൽ ഫസലിൻ്റെ സോവർണിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് അഡീഷണൽ ടെക്സ്റ്റിലുള്ളതാണ്, അത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് 2 മാർക്കിന്. സാന്താൾ കലാപത്തിലോട്ട് നയിച്ച കാരണങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഔദിലെ മീൻസ് വൈ ഡിഡ് ദ ബ്രിട്ടീഷ് അനക്സ് ദ കിങ്ഡം ഓഫ് ഔദ്. ഓക്കെ, അതായത് ഔദ് എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് എന്നുള്ളൊരു കാര്യം, ഓക്കെ, ക്യാപ്ചർ ചെയ്തെന്നുള്ളൊരു കാര്യം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ, നേരത്തെ ഒക്കെ തന്നെ. ആൻഡ് റൈറ്റ് ഇൻ 2 റൂമേഴ്സ് ദാറ്റ് ലെഡ് ടു ദ റിവോൾട്ട് ഓഫ് 1857. റൂമേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, 2 എഴുതി കൊടുത്താൽ മതിയാവും. അടുത്ത് സ്വരൂപവും സംഗീതവും തമ്മിൽ ഒന്ന് ക്ലാസിഫൈ മീൻസ് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഹാരപ്പൻ ലിപിയുടെ സവിശേഷതകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടെത്തിയ വസ്തുക്കളെ പുരാവസ്തു ഗവേഷകർ തരംതിരിക്കുന്നത് എങ്ങനെ, 1ാമത്തെ പാഠത്തിൽ തന്നെയുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങളെല്ലാവരും പഠിച്ചിട്ട് പോവുക. കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇനി രാക്ഷസി തങ്കടി യുദ്ധത്തെക്കുറിച്ചിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് തളിക്കോട്ട യുദ്ധമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വിജയനഗരത്തിലെ വിശുദ്ധ കേന്ദ്രത്തിൽ കാണപ്പെടുന്ന ക്ഷേത്രങ്ങളുടെ പേര് എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അബുൽ ഫസലിൻ്റെ പരമാധികാരം എന്ന ആശയത്തിൻ്റെ സവിശേഷത എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സന്താൾ കലാപത്തിലേക്ക് നയിച്ച ഏതെങ്കിലും 2 കാരണങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഔദ് രാജ്യത്തെ ബ്രിട്ടീഷുകാർ എന്തുകൊണ്ട് പിടിച്ചെടുത്തു, റീസൺസ് ചോദിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ എഴുതുക. അടുത്ത എന്താണ് 57 കലാപത്തിലേക്ക് നയിച്ച ഏതെങ്കിലും 2 കിംവദന്തികൾ. ഓക്കെ, 2 എഴുതിയാൽ മതിയാവും. സ്വരൂപവും സങ്കേതവും തമ്മിലുള്ള വ്യത്യാസവും ചോദിച്ചിട്ടുണ്ട്. ഇത്രയാണ് 2025 ചോദിച്ചിട്ടുള്ളത്. അടുത്തത് 2024 ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കി നോക്കാം. 2 മാർക്കിൻ്റെ തന്നെയാണ്. അഗെയിൻ നോക്കൂ, സ്തൂപാസ്, വൈ വെയർ സ്തൂപാസ് ബിൽറ്റ്. ഓക്കെ, എന്തുകൊണ്ടാണ് സ്തൂപങ്ങൾ നിർമ്മിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. സിയാറത്തും കവാലിയും, അതെല്ലായ്പ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, നോക്കി വയ്ക്കുക. ആൻഡ് പിന്നെന്താണ് മിൽക്കിയത്ത് കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അല്ലേ. നമുക്കറിയാം സെമീന്ദർമാരുടെ സ്വകാര്യ ഭൂമിയാണ്, പ്രൈവറ്റ് ലാൻഡ്സ് ആണ് മിൽക്കിയത്ത് എന്ന് പറയുന്നത്. ഇനി ജമാ ഹസിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണത്. ജോട്ടിദാർമാരെ പറ്റി എന്താണ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. നെയിം ദ 2 ഹിൽ ഫോക്സ് ഹു ലീവ്ഡ് അറൌണ്ട് ദ രാജ്മഹൽ ഹിൽസ് ഡ്യൂറിങ് ദ ഏർലി 19th century. ദെൻ മെൻഷൻ ഇനി 2 റൂമേഴ്സ് കണക്റ്റഡ് ടു ദ, എഗെയിൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ റൂമേഴ്സ് ആക്ച്വലി ഷോർട്ടസ്റ്റ് ആയിട്ടും ഒക്കെ വരുന്ന സംഭവമാണ്. പിന്നെ എസ്സേ 1857 വിപ്ലവ എസ്സേ ചോദിക്കുന്ന സമയത്ത് അതിനകത്തും ചോദിക്കാറുണ്ട് റൂമേഴ്സ് കേട്ടോ. അപ്പോൾ അത് 2 മാർക്കിന് കണക്കാക്കി മാത്രമല്ല, റൂമേഴ്സ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കുക, കാരണം ഷോർട്ട് എസ്സേക്കൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ 1857 വിപ്ലവത്തെ റിലേറ്റ് ചെയ്ത് വരുന്ന ഏതെങ്കിലും 2 പിക്ചേഴ്സിൻ്റെ പേര്, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മോഡൽ എക്സാമിനും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ ആ പിക്ചേഴ്സ് എല്ലായ്പ്പോഴും ചോദിക്കുകയാണ്, ആ ചിത്രങ്ങളുടെ പേരൊക്കെ പഠിച്ചിട്ട് പോവുക. പിന്നെ ഏതെങ്കിലും 2 തിണകളുടെ പേര് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്, സംഘം പോയത്തിൽ പറഞ്ഞിട്ടുള്ളത്. സോ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ സ്തൂപങ്ങൾ നിർമ്മിച്ചത് എന്തിനെന്ന് ചോദിച്ചിട്ടുണ്ട്. സിയാറത്തും കവാലിനെ പറ്റി എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. മിൽക്കിയത്തിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ജമാ ഹസിൽ എന്നീ പദങ്ങളെ നിർവചിക്കുക. ജോട്ടിദാർമാർ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ രാജ്മഹൽ കുന്നുകളിൽ ചുറ്റും ജീവിച്ചിരുന്ന 2 ജനവിഭാഗങ്ങളുടെ പേര് എഴുതാൻ, പേര് മാത്രം എഴുതിയാൽ മതി. അടുത്ത 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും 2 കിംവദന്തികൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ 57 കലാപവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും 2 ചിത്രങ്ങളുടെ പേര് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ചിത്രങ്ങളുടെ പേരൊക്കെ എല്ലായ്പ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ, അതെല്ലാം പഠിച്ചിട്ട് പോകണം. ഇനി സംഘം പദ്യങ്ങളിൽ സൂചിപ്പിച്ചിരുന്ന ഏതെങ്കിലും 2 തിണകളുടെ പേര് എഴുതുക എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ അതൊക്കെ നിങ്ങൾ എന്താക്കുക നോക്കിയിട്ടോ. ഇത്രയാണ് ഈ ഒരു ചോദ്യപേപ്പറിലുള്ളത്. ഇനി നമുക്ക് 2023 ക്വസ്റ്റ്യൻസിലോട്ട് നോക്കാം, 2 മാർക്സിൻ്റെ സെക്ഷൻ. ഓക്കെ, ആദ്യമേ തന്നെ ഹാരപ്പൻ സിവിലൈസേഷൻ ഡിക്ലൈൻ ചെയ്യാനുള്ള കോസസ്, റീസൺസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്ത എൻഡോഗമി എക്സോഗമി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതാൻ ചോദിക്കുന്നുണ്ട്. പിന്നെന്താണ് നമ്മുടെ മെൻഷൻ ഇൻ 2 elements ടു ബി കൺസിഡേർഡ് ബൈ അനലൈസിങ് ടെക്സ്റ്റ് ലൈക്ക് മഹാഭാരതം പോലെയുള്ള അത്രയും ഒരു വലിയ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ
പഠിക്കാൻ അല്ലെങ്കിൽ അതിനെ നമ്മൾ അനാലിസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ എന്തൊക്കെയാണ് അതൊക്കെ തന്നെ 4 മാർക്കിനും അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, എവിടെ 2 മാർക്കിനെ അത് ചോദിച്ചിട്ടുള്ളൂ. പിന്നെന്താണ് വിജയനഗരത്തിൻ്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്? ഹരിഹരനും ബുക്കനുമാണ്. പേര് മാത്രം മതിയാവും. അടുത്ത റൈറ്റ് ദ നെയിംസ് ഓഫ് എനി 2 ഡൈനാസ്റ്റീസ് ഓഫ് വിജയനഗരം. നിങ്ങൾക്ക് ഏത് വേണോ എഴുതാം. അരവിടു ഉണ്ട് അല്ലേ, സളുവ ഉണ്ട്. ഓക്കെ, ഏത് വേണോ നമുക്ക് അവിടെ എഴുതാൻ പറ്റും. ഇനി റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ മഹാനവമി ദിബ്ബ സെപ്പറേറ്റ്ലി 2 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ ഇതിൽ. സോ നമുക്ക് നോക്കാം. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അധപതനത്തിലുള്ള ഏതെങ്കിലും 2 കാരണങ്ങൾ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. എൻഡോഗമി എക്സോഗമി പറയുന്നുണ്ട് എന്താണെന്ന് എഴുതാൻ. മഹാഭാരതം പോലുള്ള ഗ്രന്ഥങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ട ഏതെങ്കിലും 2 ഘടകങ്ങൾ. ഓക്കെ, അതൊക്കെ തന്നെ ഷോർട്ടസ്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വിജയനഗര സാമ്രാജ്യ സ്ഥാപകരുടെ പേര് ഹരിഹരനും ബുക്കനുമാണ് അല്ലേ. വിജയനഗര സാമ്രാജ്യത്തിലെ ഏതെങ്കിലും 2 രാജവംശങ്ങളുടെ പേര് എഴുതാം. അടുത്ത മഹാനവമി ദിബ്ബയെ കുറിച്ചിട്ട് കുറിപ്പ് എഴുതാനും ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2022 ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. സോ എവിടെ ഇതിനകത്ത് കാൻകാസും സിൽസിലാസും കമ്പയർ ചെയ്ത് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്ത് എഴുതാൻ ചോദിക്കുന്നുണ്ട്. പിന്നെ എന്താണ് അക്ബർ നാമേനെ പറ്റിയിട്ടൊരു ഷോർട്ട് നോട്ട് എഴുതാൻ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും മുഗൾസിൻ്റെ 2 ക്യാപിറ്റൽ സിറ്റീസിൻ്റെ പേര് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പിന്നെ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ 1857 റിവോൾട്ടിൻ്റെ ഏതെങ്കിലും 2 ലീഡേഴ്സിൻ്റെ പേര് എഴുതാനാണ്. നാനാ സാഹിബോ ബഹദൂർ ഷിയോ ഝാൻസി റാണിയോ ആര് വേണോ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. 2 പേരെ പേര് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീണ്ടും ഏതെങ്കിലും 2 തിണകളുടെ പേര് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു കോവിഡ് ടൈമൊക്കെ കഴിഞ്ഞ ആ ഒരു ടൈമല്ലേ, അപ്പോൾ അതാണ് കേട്ടോ. ഈ പാറ്റേണൊക്കെ അല്ല നമുക്ക് ഈ ഒരു പാറ്റേണിലല്ല ഇപ്പോൾ ചോദിക്കുന്നത്. മീൻസ് ഈ ഒരു പാർട്ട് എ ബി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചോദിക്കാറില്ലല്ലോ. പക്ഷേ ഇത് അന്നത്തെ സംഭവമാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഐന ഇക്ബാരിയുടെ കുറിച്ചിട്ട് ഷോർട്ട് നോട്ട് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എഗെയിൻ എന്താണ് ദറ്റ് ഈസ് ഐഡൻറ്റിഫൈ എനി 2 റൂളേഴ്സ് ഹു റൂൾഡ് ദ മുഗൾ എംപയർ ഇൻ ബിറ്റ്വീൻ 1526 1707 ഇടയിൽ മുഗൾ എംപയർ ഭരിച്ച 2 റൂളേഴ്സിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്. എലുസിഡേറ്റ് ദ യൂറോപ്യൻ പവേഴ്സ് ഹു കെയിം ടു കേരള ഫോർ ട്രേഡ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. മലയാളത്തിലുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം കേട്ടോ. നോക്കൂ, കാൻഖാ സിൽസില എന്നിവ തമ്മിലുള്ള വ്യത്യാസം എഴുതാൻ ചോദിച്ചിട്ടുണ്ട് 11ാമത്തെ ചോദ്യമായിട്ട്. അടുത്ത അക്ബർ നാമയെക്കുറിച്ചൊരു ലഘുകുറിപ്പ് തയ്യാറാക്കുക. മുഗളന്മാരുടെ ഏതെങ്കിലും 2 തലസ്ഥാന നഗരങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ഓക്കെ, അത്രയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് 1857 വിപ്ലവത്തിൻ്റെ ഏതെങ്കിലും 2 നേതാക്കളുടെ പേര് എഴുതാനാണ്. ആര് വേണം നിങ്ങൾക്ക് എഴുതാം. ഏതെങ്കിലും 2 തിണകളുടെ പേര് എഴുതുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. ഇനി ഐന അക്ബാരി കുറിച്ചൊരു ലഘുകുറിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. 1526-നും 1707-നും ഇടയ്ക്ക് മുഗൾ സാമ്രാജ്യം ഭരിച്ച ഏതെങ്കിലും 2 ഭരണാധികാരികളുടെ പേര് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലേക്ക് വ്യാപാരത്തിനായി കടന്നു വന്ന യൂറോപ്യൻ ശക്തികളെ വ്യക്തമാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് 2 മാർക്കിൻ്റെ സെക്ഷനിൽ. അപ്പോൾ അത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം, ആ പ്ലേലിസ്റ്റിൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സസ് ആയിട്ട്, അതായത് ഇപ്പം ഞാനെന്താ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞു പോകുന്നത്. ഇനി ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് വേണം അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന രീതിക്ക് വേണമെന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ടോപ്പിക്സിൻ്റെ പേര് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. ഞാൻ പറ്റുന്ന പോലെ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. ആൻഡ് ഇനി നമ്മുടെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ നമ്മൾ സോഷ്യോളജിക്കൊക്കെ തലേദിവസം ചെയ്ത മാതിരി ഒരു വീഡിയോയും വരുന്നുണ്ട് കേട്ടോ. അതായത് എല്ലാം ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുകൊണ്ടുള്ള നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഒരു പാറ്റേണിൽ അങ്ങനെ ഒരു വീഡിയോയും വരുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ ആയിട്ട് ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് ക്ലാസ്സസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഏതെങ്കിലും ഡൗട്ടുള്ള ടോപ്പിക്സോ പാടായിട്ട് തോന്നുന്ന ടോപ്പിക്സ് ഉണ്ടെന്നുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അത് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ നിങ്ങൾ പ്ലേലിസ്റ്റിൻ്റെ കാര്യം മറക്കണ്ട, എല്ലാവരും കയറി ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം നമുക്കറിയാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 1 മാർക്കിൻ്റെയും ഒക്കെ ഓരോ ചാപ്റ്റർ എടുത്ത് അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത് ആ ഒരു വീഡിയോസിനകത്ത്. പിന്നെന്താണ് ക്രൊണോളജിക്കൽ ഓർഡർ മാപ്പും ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. 4 മാർക്ക് വെച്ച് 8 മാർക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ആ 2 വീഡിയോസൊക്കെ പോയി കണ്ടു നോക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ഫുൾ എസ്സേ ഏതൊക്കെയാണെന്ന് സ്പെഷ്യലൈസ് ചെയ്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ കയറി നോക്കുക. പിന്നെ ഈ പറഞ്ഞ കാര്യം കൂടി, അതായത് ഇനി ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾ ക്ലാസ് ആയിട്ട് വേണം, ഓക്കെ, പഠിപ്പിക്കുന്ന രീതിക്ക് വേണം എന്നുണ്ടെങ്കിൽ കൂടി കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താക്കുക, നിങ്ങൾക്കപ്പോൾ ആ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് തന്നെ ചെയ്ത് തരുന്നതല്ലേ ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞത് കേട്ടോ. സോ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, നന്നായിട്ട് തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.